സാറിപ്പം ഈ പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് സാറിന് ഒരുപാട് റെമ്യൂണറേഷൻ കിട്ടിക്കാണോന്ന് അറിയാം. ഞങ്ങൾ അതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല സാർ. എന്നാലും സാറിന്റെ വകയായിട്ടൊരു സാറൊരു സ്വന്തമായിട്ടൊരു പടം ഡയറക്റ്റ് ഞാനത് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ആലോചനയിലാണ് ഞാൻ. ആണല്ലേ? അത് ശരി, അത് ശരി. അപ്പൊ എന്താ വെച്ചാല് ഏതാണ് അതിന്റെ കഥ? എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സീനെങ്കിലും? കഥയെന്ന് വെച്ചാല് നമ്മള് സീൻ ഇഷ്ടം പോലെ ഉണ്ട്. സീൻ ഇഷ്ടം പോലെ. നമ്മൾ ആദ്യം തന്നെ ഒരു പുഴക്കരയിൽ കൊണ്ടാണ് ക്യാമറ വയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സീന് പുഴക്കരയിലല്ലേ ക്യാമറ ഇരിക്കുന്നത്. സീനോട് സീനായി കഥയൊക്കെ ഫിക്സ് ചെയ്ത് കഥയൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് ഇവിടുന്നൊക്കെ കുറച്ച് പേരെ ഞാൻ അഭിനയിക്കാൻ സെലക്ട് ചെയ്തു. എല്ലാവർക്കും സാധനമുണ്ട്. സാറൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അല്ലല്ല, ഉണ്ട്, വേഷങ്ങളുണ്ട്. എലീന പടിക്കൽക്ക് വേഷമുണ്ട് സാറിന്റെ പടത്തില്. എലീന പടിക്കൽ എന്ത് വേഷമാണ്? ഒരു ഹോട്ട് സീൻ. സാറേ, എലീന ഇതുവരെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഹോട്ട് സീൻ അഭിനയിച്ചിട്ടില്ല. എന്ത് പാടെന്തുവാ സാറേ? ഹോട്ട് സീനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതുപോലെ ചന്തയിൽ പോയി മലക്കറി മേടിച്ച് കൊട്ട വരുത്ത് വീർത്തൊലിച്ച് വരുന്ന സീൻ, ഹോട്ട് സീൻ, ചൂടത്ത് വരുന്നു. അതാണ് ഹോട്ട് സീൻ. നിങ്ങൾക്ക് വേറെ വേറെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഓഫേഴ്സ് ഞാൻ ഈ വേറൊരു കാര്യമുണ്ട്. എന്റെ സിനിമയിൽ പാട്ട് ഞാൻ തന്നെ എഴുതും. പാട്ട് സാറിന്? പാട്ട് ഞാൻ എഴുതും. അതിനിപ്പോ അങ്ങനെ ഒരു കാലിബർ ഉണ്ട്. എനിക്കൊരു വാക്ക് കിട്ടിയാൽ മതി, അത് ഞാൻ പാട്ട് എഴുതി. ഏത് വാക്ക് കിട്ടിയാലും പാട്ട് എഴുതും. ഏത് വാക്ക് കിട്ടിയാലും എഴുതും. നമുക്കൊന്നും അറിയണമല്ലോ. അങ്ങനെയാണ് ഈ ചുണ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് വെച്ചൊരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാമല്ലോ. കണ്ടന്റ്. എന്താണ് കണ്ടന്റ്? പിടിച്ചോ. അമ്മയെ കണ്ടന്റെ സങ്കടമോദിട, അമ്മയെ കണ്ടന്റെ സങ്കടം കണ്ടന്റ്. സാറിന് വേറെ ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചായിരുന്നു? ഉള്ള ഇംഗ്ലീഷ് സിനിമയെന്ന് വിളിച്ചിരിക്കല്ലേ. ഇംഗ്ലീഷ് എടുത്തുന്നോ? ആരാ വിളിച്ചത്? മറ്റേ പ്രശസ്തനായ സംവിധായകൻ ഉണ്ടല്ലോ. ആരാണ്? ജെയിംസ് കമാലുദ്ദീൻ. അങ്ങനെ ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. ടൈറ്റാനിക് ഒക്കെ സംവിധാനം ജെയിംസ് ക്യാമറൂൺ. ക്യാമറ മുഴുവൻ ഓൺ ചെയ്തോളൂ. അപ്പൊ ഇംഗ്ലീഷ് പടത്തിലേക്ക് വേഷം കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് പടം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗളിവറും ലില്ലി പൂട്ടും. സാറിനോ? എനിക്ക് ലിവർ ഫ്രൈയും അരിപ്പൂട്ടും. ഞാൻ പടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ പടം അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും? ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാനാണ്. ചേച്ചിക്ക് വേണ്ടി ഞാൻ മരിക്കും. പറഞ്ഞിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ചേച്ചിക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ജീവൻ കൊടുക്കാൻ നിൽക്കുന്നത്. അങ്ങനെ വെറുതെ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആരാധകരാണ്. ചേച്ചി ഇഷ്ടമാണ് എല്ലാവർക്കും. ഞാൻ വേണമെങ്കിൽ ഈ തീപ്പട്ടി വെച്ച നാക്കിലൂടെ ഞാൻ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര അല്ലേക്കല്ല അങ്ങനെ. അതൊന്നും എന്നെ അങ്ങനെ വെറുതെ നാക്ക് പൊള്ളും ഒന്നുമില്ല. ഞാൻ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. എനിക്ക് നാക്ക് പൊള്ളും. എന്തിനാ വെറുതെ അമ്പിളിക്കുട്ടാ? ഞാൻ തീപ്പട്ടിയെ മുൻകടക്കണുണ്ടാ. ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടോ? നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. കുഴപ്പമില്ലെന്ന് നോക്കിയോ. ഭയങ്കര താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ഫാനിനെ ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. തെറ്റി സാധ ഒരു ബ്രേക്ക് വേണേ. ടച്ചപ്പ്. എന്ത് പറ്റി? ഞാൻ നാക്ക് പൊള്ളിയല്ലേ? രണ്ടാമത്തെ കാര്യത്തിൽ എന്തിനാണ് പോണത്? ഓക്കെ, പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്നാൽ എനിക്കൊരു സംശയം. ആദ്യം ഒരു പടത്തിൽ അഭിനയിച്ചു. അത് നല്ലോണം ഓടിയായിരുന്നോ? ഇല്ല, അത് ഓടിയില്ല. എന്റെ കട തീർക്ക് വേണ്ടി പ്രൊഡ്യൂസർ ഇപ്പോഴും ഓടുന്നുണ്ട്. പുതിയെന്ന് വെച്ചാൽ ഞാൻ ഇനി ചെയ്യുന്നത് ഒരു ഡബിൾ റോളാണ്. ഡബിൾ റോൾ? അതാണ് ഡബിൾ റോൾ തിരഞ്ഞെടുത്തത്? അല്ല, ഒന്ന് വിളിഞ്ഞാലും ഒന്ന് പിടിക്കാമല്ലോ. ഇവിടെ പോയിട്ട് ഒരുപാട് നാളായല്ലോ. ഇപ്പൊ തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളുണ്ട്. അവന് മാത്രം ഒരു മാറ്റവും ഇല്ല. മാറില്ല. അത് അങ്ങനെ തന്നെ. ഈ നാടും കാര്യങ്ങളൊക്കെ? നാടെന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം ഒന്നും ശരിയല്ല. ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ ഒരു ഈവനിങ് മറ്റേ നടക്കാറിറങ്ങി. ഈ റോഡ് ഇങ്ങനെ പൊങ്ങി വന്ന് മുഖത്തോരോ ഒറ്റ ഇടി. അല്ലാതെ വെള്ളം അടിച്ചോണ്ട് മൂക്കം കുത്തി വീണതല്ല. ഡോക്ടർ പറഞ്ഞു പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരു 2 പെഗ് അടിച്ചോളാൻ പറഞ്ഞു. ഇത് 5ആണ്. ഇത് എന്റെ വക. 2 പെഗ് 5 നേരം അങ്ങനെയാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം കുറവാണെന്ന് എനിക്കറിയാം. ഈ തിരക്കിനിടയിലൂടെ വന്നല്ലോ, സന്തോഷം. എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഫ്ലോറിൽ വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്. എന്റെ സിനിമ വരുന്നത് തിരുവനന്തപുരത്ത് പ്രശസ്തമായ തിയേറ്ററാണ്. പ്രശസ്തമായ തിയേറ്റർ. ഏത് ജോണറിലാണ് പടം വരുന്നത്? ജോണർ ഏതെന്ന് അറിഞ്ഞൂടാ. തിയേറ്റർ മറ്റേ ഇത് 4K നോബി മാർക്കോസ്. 4K ഡോൾബി അറ്റ്മോസ് ആണ്. എന്തായാലും സന്തോഷമുണ്ട്. ഈ തിരക്കിനിടയിൽ നമ്മളോടൊപ്പം വന്നു സഹകരിച്ചു. ഇനിയും ഒരുപാട് ഓഫേഴ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വളരെ സന്തോഷം മെഗാസ്റ്റാർ അമ്പിളിക്കുട്ടൻ. Okay. പോലെ ഒരു മിനിറ്റ് കോള് സാർ ഒന്ന് കട്ടിയാണേ. ഹലോ, ആ ഇവിടെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിനൊന്ന്. ആ ഓ ഫുള്ളും ആ ശരി ഓക്കെ ഓക്കെ ഓക്കെ. അറിഞ്ഞു കാണത്തില്ല, ഇവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കല്ലായിരുന്നു. ഞാൻ പറയാം. എന്തുവാ? അതെ, സിനിമ ഡയറി എന്നാണ് വിളിച്ചത്. എന്തിന്? സംഭവം വേറൊന്നുമല്ല, രാജമൗലി സാറിന്റെ പുതിയ റിലീസാകുന്ന ഒരു പടം ഇല്ലേ, ആ പടത്തില് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത്രയും മണ്ടത്തരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അമ്പിളിക്കുട്ടൻ സാർ അഭിനയിച്ച മുഴുവൻ സീനുകളും സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? മെഗാസ്റ്റാർ അല്ല, പിന്നെ? സെൻസർ സ്റ്റാർ ആണ്. എന്താന്നറിയാമോ? അവന്റെ വാക്കാ. അതവന്റെ വാക്കല്ലായിരുന്നു, അവന്റെ പ്രാക്കായിരുന്നു.